മാനവരാശിയുടെ ചരിത്രത്തിൽ വിജയിച്ച വ്യക്തികളെ രൂപപ്പെടുത്തിയ അടിസ്ഥാന തത്വങ്ങൾ എപ്പോഴും ഒന്നുതന്നെയായിരുന്നു. അത് ശരീരബലമോ സമ്പത്തോ ആയിരുന്നില്ല, മറിച്ച് മാനസിക ദൃഢത അഥവാ മെന്റൽ സ്ട്രെങ്ത് ആയിരുന്നു. നമുക്ക് മുന്നിൽ ചാണക്യൻ എന്ന തന്ത്രജ്ഞനും ചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനും ജീവിതം എന്ന മഹാപ്രതിസന്ധിയെ നേരിടാൻ ഒരു സമഗ്രമായ മാർഗം തുറന്നുതരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേവലം ഉപദേശങ്ങളല്ല, അത് അചഞ്ചലമായ ഒരു മനസ്സിനെ വാർത്തെടുക്കാനുള്ള 6 അടിസ്ഥാന നിയമങ്ങളാണ്. ഒരു വ്യക്തിയുടെ ആന്തരിക ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ബാഹ്യലോകത്തിൽ എങ്ങനെ വിജയിക്കാമെന്നും ഈ തത്വങ്ങൾ വ്യക്തമാക്കുന്നു. നമുക്ക് 6 നിയമങ്ങളിലേക്ക് കടക്കാം. 1. ഒന്നാം നിയമം: ലക്ഷ്യങ്ങളുടെ ഗോപ്യത. ചാണക്യന്റെ ദീർഘവീക്ഷണം ആരംഭിക്കുന്നത് നിശബ്ദതയിലാണ്. നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അവയെ കർശനമായി രഹസ്യമായി സൂക്ഷിക്കുക. മാനസികമായി ദുർബലനായ വ്യക്തി തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ശ്രദ്ധയും ഊർജ്ജവും പാഴാക്കുന്നു. എന്നാൽ ശക്തനായ വ്യക്തി തന്റെ പ്രവർത്തനങ്ങളെ ഒരു തപസ്സുപോലെ രഹസ്യമായി ചെയ്യുന്നു. സംസാരം ഊർജ്ജത്തെ ചിതറിക്കുമ്പോൾ നിശബ്ദമായ കർമ്മം ഏകാഗ്രതയെയും അതുവഴി ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധയെയും ഉറപ്പിക്കുന്നു. മറ്റുള്ളവരുടെ സംശയങ്ങളിൽ നിന്നും നിസ്സാരമായ വിമർശനങ്ങളിൽ നിന്നും മനസ്സിനെ സംരക്ഷിക്കാൻ ഈ തത്വം അത്യന്താപേക്ഷിതമാണ്. 2. രണ്ടാം നിയമം: സമയത്തിന്റെ പരമാവധി വിനിയോഗം. ചാണക്യന്റെ വാക്കുകൾ: നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതിനാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓരോ ദിവസവും ലക്ഷ്യത്തിനായി ഉപയോഗിക്കുക. മാനസികമായ അലസത സ്വയമുണ്ടാക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്. ശക്തമായ മനസ്സ് എപ്പോഴും പ്രവർത്തനസജ്ജമായിരിക്കും. ഇന്ന് ചെയ്യാവുന്ന കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കുറ്റബോധവും സമ്മർദ്ദവും മാനസിക ശക്തിയെ ക്ഷയിപ്പിക്കുന്നു. ഓരോ നിമിഷവും മൂല്യവത്താണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ മനസ്സ് കൂടുതൽ ഉൽപ്പാദനക്ഷമവും ആത്മവിശ്വാസമുള്ളതുമായി മാറുന്നു. ലക്ഷ്യബോധത്തോടെ ജീവിക്കുമ്പോൾ മനസ്സിന് വ്യക്തതയും ശ്രദ്ധയും ലഭിക്കുന്നു. 3. മൂന്നാം നിയമം: പ്രതിസന്ധികളോടുള്ള സന്നദ്ധത. അപകടം അടുത്തെത്തിയാൽ ഭയപ്പെട്ട് ഓടിയൊളിക്കരുത്, മറിച്ച് ധൈര്യത്തോടെ മുന്നോട്ടു പോവുകയും അതിനെതിരെ പോരാടാൻ ഒരുങ്ങുകയും ചെയ്യുക. മാനസിക ദൃഢതയുടെ ഏറ്റവും വലിയ അളവുകോലാണ് പ്രതിസന്ധിഘട്ടങ്ങളിലെ നമ്മുടെ പ്രതികരണം. ഭയം എന്നത് നമ്മുടെ യുക്തിയെ തടസ്സപ്പെടുത്തുന്ന ഒരു വികാരമാണ്. ഒരു ശക്തമായ മനസ്സ് പ്രശ്നങ്ങളെ തന്റെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളായി കാണുന്നു. ഓരോ പ്രതിസന്ധിയെയും നേരിട്ടതിജീവിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ കോട്ട കൂടുതൽ ബലവത്താകുന്നു. 4. നാലാം നിയമം: സ്വയം നിയന്ത്രിത വികാരങ്ങൾ. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ അടിമകളായിരിക്കണം, യജമാനന്മാരാകരുത്. വികാരങ്ങൾ എന്നത് പ്രകൃതിദത്തമാണ്, എന്നാൽ അവയെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ മാനസിക ശക്തി. അമിതമായ വികാരപ്രകടനങ്ങൾ പലപ്പോഴും അനാവശ്യമായ തകർച്ചകളിലേക്ക് വഴിതെളിക്കുന്നു. ഒരു ശക്തമായ മനസ്സ് വികാരങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ പോലും യുക്തിപരമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ളതായിരിക്കും. വിവേകത്തോടെ പ്രതികരിക്കാനുള്ള ഈ കഴിവാണ് വിജയകരമായ ജീവിതത്തിന് ഏറ്റവും നിർണായകം. 5. അഞ്ചാം നിയമം: ദുർബലതകളുടെ മറയ്ക്കൽ. നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങളും വേദനകളും ആർക്കും തുറന്നുകൊടുക്കരുത്. അത് ശത്രുവിന്റെ കൈകളിലെ ആയുധമായി മാറും. ഈ ലോകം സഹാനുഭൂതിയോടെ നമ്മുടെ ദുർബലതകളെ ഏറ്റെടുക്കുന്നതിനേക്കാൾ അതിനെ ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുക. മാനസികമായി കരുത്തനായ വ്യക്തി തന്റെ വേദനകളെ മറ്റൊരാൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാതെ സ്വയം പരിഹരിക്കുന്നു. ഇത് നമ്മെ കൂടുതൽ കരുണയുള്ളവരാക്കുകയും അതേസമയം വഞ്ചനയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആത്മവിശ്വാസത്തിന്റെയും ആന്തരിക ശക്തിയുടെയും പ്രതീകമായി നിലകൊള്ളാൻ ഈ തത്വം സഹായിക്കുന്നു. 6. ആറാം നിയമം: വ്യക്തിബന്ധങ്ങളിലെ വിവേകം. ചങ്ങാതിമാർ, ശത്രുക്കൾ, നിഷ്പക്ഷർ ഇവരെ കൃത്യമായി തിരിച്ചറിയുക. വിഷമുള്ള ബന്ധങ്ങളെ എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ചിന്തകളും മനോഭാവങ്ങളും നമ്മുടെ മാനസിക ശക്തിയെ നേരിട്ട് സ്വാധീനിക്കുന്നു. നെഗറ്റീവ് ചിന്താഗതിക്കാരും അസൂയക്കാരും നമ്മുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയും. ചാണക്യൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ ആന്തരിക ലോകത്തെ സംരക്ഷിക്കാൻ നമ്മൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വലയം സൃഷ്ടിക്കാനാണ്. വിവേകപൂർണമായ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മനസ്സിന് കൂടുതൽ സ്ഥിരതയും പിന്തുണയും നൽകുന്നു. ഉപസംഹാരം: ചാണക്യന്റെ ഈ 6 നിയമങ്ങൾ മാനസികമായ ഒരു കവചം പോലെ നമുക്ക് പ്രവർത്തിക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ രഹസ്യമാക്കുക, സമയം വിലമതിക്കുക, പ്രതിസന്ധികളെ ഭയമില്ലാതെ നേരിടുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, ദുർബലതകൾ മറയ്ക്കുക, ശരിയായ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ പരാജയങ്ങളെ ഭയപ്പെടാത്ത ആന്തരികമായി ദൃഢമായ ഒരു വ്യക്തിയായി മാറും. അപ്പോൾ ജീവിതത്തിലെ ഏത് കൊടുങ്കാറ്റിനെയും ശാന്തമായി നേരിടാൻ നിങ്ങളുടെ മനസ്സ് സജ്ജമാകും. വിജയം നേടാൻ ആദ്യം നിങ്ങളുടെ മനസ്സിനെ വിജയിപ്പിക്കുക.